CPM ജില്ലാ സെക്രട്ടറിയുടെ വിപ്പ് ലംഘിച്ചവർ പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമായി. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട അംഗങ്ങൾ വിപ്പ് ലംഘിച്ച് ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിച്ച് പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമായിരിക്കുകയാണ്. ആർക്കും ഭൂരിപക്ഷമില്ലാത്ത തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിലാണ് CPMൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടവർ പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമായത്. കോൺഗ്രസിലെ 3 അംഗങ്ങൾ നിരുപാധികം ഇവരെ സഹായിച്ചു. BJP ഒറ്റയ്ക്കും മത്സരിച്ചു. CPMൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട അഡ്വക്കേറ്റ് R. കൃഷ്ണകുമാർ തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റായും വൈസ് പ്രസിഡന്റായി സിസിലി തോമസും തെരഞ്ഞെടുക്കപ്പെട്ടു. CPM ജില്ലാ സെക്രട്ടറി നൽകിയ വിപ്പ് ലംഘിച്ച് അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തതിന് ഇവരടക്കം 4 അംഗങ്ങൾ സസ്പെൻഷനിലായിരുന്നു. രാവിലെ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ R. കൃഷ്ണകുമാറിന് 7 വോട്ടുകൾ ലഭിച്ചപ്പോൾ BJP സ്ഥാനാർത്ഥി K. പ്രജീഷിനും CPM സ്ഥാനാർത്ഥി അജിത T. ജോർജിനും 3 വോട്ട് വീതമാണ് ലഭിച്ചത്. ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ CPM വിമത സിസിലിക്ക് 7ഉം ഇടത് സ്ഥാനാർത്ഥി ഷെറിൻ റോയ്ക്ക് 3ഉം BJP സ്ഥാനാർത്ഥി രശ്മി R. നായർക്ക് 2 വോട്ടുകൾ വീതമാണ് ലഭിച്ചത്. കഴിഞ്ഞ 19-ന് പഞ്ചായത്തിൽ നടന്ന അവിശ്വാസ പ്രമേയത്തിൽ പ്രസിഡന്റ് CS ബിനോയും വൈസ് പ്രസിഡന്റ് ഷെറിൻ റോയും പുറത്തായിരുന്നു. ഇതിന് പിന്നാലെ സ്ഥിരം സമിതി അധ്യക്ഷനായ കൃഷ്ണകുമാറിന് പ്രസിഡന്റ് ചുമതല ലഭിച്ചതും പാർട്ടിക്ക് തിരിച്ചടിയായിരുന്നു. 5 അംഗങ്ങളുള്ള CPMലെ 4 അംഗങ്ങൾ അന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്ന KP ഉദയഭാനു നൽകിയ വിപ്പ് ലംഘിച്ച് കോൺഗ്രസിലെ 3 അംഗങ്ങളുടെ പിന്തുണയോടെ 2 അവിശ്വാസ പ്രമേയവും വിജയിപ്പിച്ചു. പാർട്ടി വിപ്പ് ലംഘിച്ചതിന് പാർലമെന്ററി പാർട്ടി നേതാവും പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് R. കൃഷ്ണകുമാർ, നെടുമ്പ്രയാർ ബ്രാഞ്ച് സെക്രട്ടറി റെൻസിൻ K. രാജൻ, ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളായ സിസിലി തോമസ്, റീന തോമസ് എന്നിവരെ പാർട്ടിയിൽ നിന്നും 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ CPM മത്സരിക്കുന്ന അജിത T. ജോർജിന് വോട്ട് നൽകണമെന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട അംഗങ്ങൾക്ക് CPM ജില്ലാ സെക്രട്ടറി വിപ്പ് നൽകിയിരുന്നു. എന്നാൽ പാർട്ടി നടപടിയെടുത്തവർക്ക് നൽകിയ നിർദ്ദേശം അവർ നിരാകരിക്കുകയായിരുന്നു.